ஜெயசூரிய இப்போ ஒரு ஹாய் சொல்லிடுங்க. அடுத்தது இன்னும் போன்ஸ்ல வரப்போகுது. அடுத்தது இது வந்து மேட்ரிமோனி சைட் கிடையாது, என்னோட யூடியூப் சேனல். எப்ப பார்த்தாலும் வந்து இந்த வயநாடு ட்ரெஸ் தான் நீங்க போடுறீங்க. ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ ഇപ്പോൾ ചെന്നൈ വ്ളോഗ്സിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടീം മേറ്റ്സ് ഒക്കെ ഉണ്ട്. അഭിലാഷ്, റാം ആൻഡ് വൺ ആൻഡ് ഓൺലി ബാല. സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൺറൈസ് കാണാൻ പോവാണ്. நீங்கெல்லாம் சன்ரைஸ் பார்த்துட்டு எவ்வளோ நாள் ஆச்சு? 1 year இருக்கும். 3 months. அவ்வளோதானே? സരി. നമ്മൾ ബീച്ചിൽ ഒരുപാട് സൺസെറ്റുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ സൺറൈസ് ഞാൻ പണ്ടെങ്ങാണ്ടോ കന്യാകുമാരിയിലൊക്കെ പോയപ്പോൾ കണ്ടതാണ്. ഇപ്പൊ ഒരുപാട് കാലമായി. നമ്മുടെ ചെന്നൈയിലെ ഉത്തണ്ടി ബീച്ചിലെ സൺറൈസ് കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ഒന്നും അല്ല, എന്തൊക്കെ വരുന്നു അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേണി. വഴിയിൽ വെച്ച് കുറച്ച് ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം ബീച്ചിലേക്ക്. വരും. അങ്ങനെ കൃത്യം 5 മണിയോടുകൂടി ഞങ്ങൾ പെരുമ്പാക്കത്ത് നിന്ന് ഉത്തണ്ടി ബീച്ചിലേക്ക് യാത്ര ആരംഭിച്ചു, 2 ബൈക്കുകളിലായിട്ട്. വഴിയിൽ വെച്ച് ജയസൂര്യൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. പകൽ സമയങ്ങളിൽ ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണെങ്കിലും ഇപ്പോൾ നല്ല തണുപ്പാണ്. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ 2 പേരും ഹെൽമെറ്റ് ഇടണമെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ നമുക്ക് സ്പെയർ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അധികം സ്പീഡിലൊന്നും പോകുന്നില്ല. സമയം 5:15 ആവുന്നേ ഉള്ളൂ. പക്ഷേ ഷോലിംഗനൂരിലൊക്കെ എത്തിയപ്പോഴേക്കും നല്ല ട്രാഫിക് ഉണ്ട്. നമുക്ക് പുറകിൽ ജയസൂര്യ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജയസൂര്യ ഇപ്പോൾ ഒരു ഹായ് சொல்லிடுங்க. സാമാന്യം നല്ലൊരു ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ബസ് വരുന്നുണ്ട്, ഗ്യാപ്പില്ല. ഇവിടെ പിന്നെ മെട്രോൻ്റെ ഡ്രഞ്ചിങ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ലൊരു കൺജസ്റ്റഡ് ഏരിയ ആണ്. ബിലാൽ പോലാം ബ്രോ, എന്നാ അതാ പ്ലാനില അവർ മുതല சொன்னது. ഇതാണ് ബിലാൽ. ബിലാൽ ഹോട്ടലിലെ ഒരു ചായയും പിന്നെ ഒരു ബൺ ബട്ടർ ജാമും കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ബിലാൽ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഈ നോമ്പിൻ്റെ ടൈമല്ലേ, അതുകൊണ്ട് നമ്മുടെ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി നമ്മൾ നേരെ പോകുന്നത് കറുപ്പട്ടി കോഫി കുടിക്കാനാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ 200-ന് മേലെ ലോങ് വീഡിയോസ് ഉണ്ട്. പക്ഷേ ഇതിന് മുന്നേ 2 ലോങ് വീഡിയോസ് മാത്രമാണ് നമ്മൾ ബൈക്ക് യാത്രയുള്ളൂ. ഒന്ന് വയനാടിലും പിന്നെ ഒന്ന് രാജസ്ഥാനിലെ ജയ്സൽമീറിലും. ഇത് നമ്മുടെ 3ാമത്തെ ബൈക്ക് യാത്രയാണ്. ഇപ്പം ഇതിന് കാരണം അറിയാമല്ലോ, എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഇപ്പോഴും അറിയില്ല. ഞാനതിന് ശ്രമിച്ചിട്ടുമില്ല. എന്തായാലും ഇപ്പോൾ കാർ ഓടിക്കാൻ അറിയാം. തൽക്കാലം അത് മതി. കറുപ്പട്ടി കോഫി ഒന്ന് കുടിച്ചാലോ? എന്താ ചേട്ടാ, മലയാളിയാണോ? வேற ஒன்றும் சொல்றதுக்கு இல்லை. எப்போ பார்த்தாலும் வந்து இந்த வயநாடு ட்ரெஸ் தான் நீங்கள் போடுறீங்க. நான் எப்போ வீடியோ വ്ളോഗ് എടുക്കണോ அப்பெல்லாம் இந்த ட்ரெஸ் தான். ஸோ നമ്മുടെ യാത്രക്കിടയിൽ ഒരു കുട്ടി ബ്രേക്ക്, ഒരു ടീ കടை ബ്രേക്ക്. இன்னைக்கு இப்படி தான் வரப்போற லஞ்சுக்கு. எப்படி இருக்கும்? இவன் நல்லா இருக்கும். ഞങ്ങളുടെ ടീം ലഞ്ച് ഫിക്സ് ആയിട്ടുണ്ട് ഇന്ന് സിറ്റാഡൈനിൽ ഉച്ചയ്ക്ക്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗായിട്ടുള്ള A2Bയിൽ വെച്ചിട്ട് ബാല ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന്. അത് വേറൊന്നുമല്ല, അത് ഇതാണ് ടീം ലഞ്ച്. നമ്മൾ ലൊക്കേഷൻസ് കുറേ നോക്കി,
പിന്നെ അവസാനം ഫിക്സ് ചെയ്തത് സിറ്റാഡൈനിലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വ്ളോഗ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. ഫുഡിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം നമുക്ക് ഈ കറുപ്പട്ടി കോഫി കുടിക്കാം. കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനിത് കുടിക്കുന്നത്. கருப்பட்டி காஃபி ரொம்ப நல்லா இருக்கு. இந்த இடம் ரொம்ப நல்லா இருக்கு. இங்க நம்மளை கூட்டிட்டு வந்த நம்ம தம்பிகளும் ரொம்ப நல்லா இருக்கு. ஜெய்சரி நீ சொல்றா? அண்ணா அண்ணா ஆல்ரெடி அங்க வந்து சீட்டை போட்டாரு. ജയസൂര്യനെ ചൊല്ലി ഒരു മലയാള ആക്ടർ വീഡിയോ കണ്ടിട്ട് അഭിലാഷിന് കേരള ഫാൻസ്, കേരള ഗേൾ ഫാൻസ് വരുന്നതാണ് കേസ് പറയുന്നത്. இது வந்து மேட்ரிமோனி சைட் கிடையாது, என்னோட யூடியூப் சேனல். I am also single. Yo, I am also single here. 30 single, அங்க ஒரு 30 single. இங்க மட்டும்தான் ஒரு கமிட்டட் இருக்கு. ஆனா இப்போதைக்கு இவரும் சிங்கிள். Right now single. நம்ம பெரியப்பா அருண் அண்ணாவும் வரதா உண்டு. பட் அவரு தூங்கிட்டாரு. എല്ലാ പ്ലാനിലും എല്ലാ ഗ്യാങ്ങിലും പ്ലാൻ ചെയ്തിട്ട് അവസാന നിമിഷം ബാക്ക് ഔട്ടിക്കുന്ന ഒരാളുണ്ടാവും. ആ ഒരാളാണ് അരുൺ. അവനെ അടുത്ത വ്ളോഗിൽ കാണിച്ചു തരാം. സൂര്യൻ ഉദിച്ചു തുടങ്ങാറായി. നമുക്ക് കാപ്പി കുടിച്ചിട്ട് നേരെ ബീച്ചിലേക്ക് പോകാം. ஆமாம், இதோ ஆமையை பார்க்கறதுக்கு ஒருத்தன் ஓட்டுறான் பாருங்க. പൊതുവെ വൈകുന്നേരം ബീച്ചുകളിൽ വന്നിട്ടുണ്ട്. ഈവൻ നട്ടുച്ചയ്ക്ക് പോലും ബീച്ചിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും രാവിലെ സൺറൈസ് കാണാൻ കന്യാകുമാരിയിൽ പണ്ട് പോയിട്ടുണ്ട് എന്നല്ലാണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ഉത്തണ്ടി ബീച്ച്. നമ്മൾ ഓൾറെഡി മറീന ബീച്ച്, അതുപോലെ തിരുവാൺമയൂർ ബീച്ച്, ബെസൻ നഗർ ബീച്ചൊക്കെ പോയിട്ടുണ്ട്. ചെന്നൈയിൽ അറിയാമല്ലോ, ഒരുപാട് ബീച്ചുകളുണ്ട്. ரத்தம் வருது, ரத்தம் வருதுடா. പാവം ഒരു ആമ, കടലാമ ചത്തുപോയി. ഞാൻ ആദ്യമായിട്ടാണ് ഈ കടലാമേനെയൊക്കെ കാണുന്നത്. ശരി, നമുക്ക് അത് പോട്ടെ, നമുക്ക് സൺറൈസിലേക്ക് പോവാം. ചത്ത ആമേനെ കടൽ തിരിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മുടെ വീഡിയോയിൽ മുഖം കാണിക്കാൻ വേണ്ടി മാത്രം കടൽ ഇങ്ങോട്ട് കൊണ്ടുവച്ചത് പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ റാമിൻ്റെ ഫോട്ടോഗ്രാഫി സ്കിൽസ് ചെക്ക് ചെയ്യാണ് മോഡലും കൂടിയായിട്ടുള്ള ബാല. ഇവർ പോസ്റ്റ് പാരുങ്ങ. എൻ്റെ കാലിലേക്ക് വന്നില്ല. பீச்சுன்னு வேணா காலில் தண்ணி படதான் செய்யும். காலையில் என்ன சாப்பிடலாம், என்ன வேணாலும் சாப்பிடலாம். ഒരു ചെറിയ തിരുത്തുണ്ട് കേട്ടോ. സൺറൈസ് ഞാൻ ലാസ്റ്റ് കണ്ടത് കന്യാകുമാരിയിലല്ല. ആക്ച്വലി ഞാനും അഭിലാഷും കൂടിയും മൂന്നാറിനടുത്തുള്ള കൊളുക്കുമലയിൽ ലാസ്റ്റ് പോയപ്പോഴായിരുന്നു. പക്ഷേ കടലിൽ ഒരു സൺറൈസ് കന്യാകുമാരി തന്നെ. അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. இன்னும் போட்ஸ்ல வரப்போகுது. அடுத்தது
பரவாயில்ல அதெல்லாம் இல்லை. അതെന്തായാലും പൊളിച്ച് നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ വാൾപേപ്പർ വയ്ക്കുന്ന പോലത്തെ ഒരു ഐറ്റമാണ് ഇപ്പോൾ കണ്ടത്. സൺറൈസിൻ്റെ അവിടെ തന്നെ ഒരു ബോട്ട് പോകുന്നത്. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ കടലിലേക്ക് പോവുകയാണ്. പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. മിക്കവാറും ഇന്ന് എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് DP ഒക്കെ മാറും. റാം എടുത്ത ചില ഫോട്ടോസൊക്കെ നമുക്കൊന്ന് കാണാം. അങ്ങനെ ഒരു കിടിലൻ സൺറൈസ് കണ്ട സന്തോഷത്തിൽ നമുക്ക് ഇവിടുന്ന് വിട പറയാം. ഇവിടുന്ന് തൊട്ടടുത്തുള്ള മത്സ്യനാരായണ ടെമ്പിളിലൊന്ന് പോയിട്ട് വരാം. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഉത്തണ്ടി ബീച്ചിൻ്റെ കടൽക്കരയിൽ തന്നെയാണ് ഈ മത്സ്യനാരായണ ക്ഷേത്രം ഉള്ളത്. ക്ഷേത്രത്തിന് മുന്നിൽ കോലം വരച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഗോപുരമോ കാര്യങ്ങളൊന്നുമില്ല, തൂണുകൾ മാത്രമേ ഉള്ളൂ. ആ തൂണുകൾക്കെല്ലാം നടുവിലായിട്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിലൊന്നായിട്ടുള്ള മത്സ്യാവതാരത്തിൻ്റെ ഒരു ശില്പമുണ്ട്. രാവിലെ ജോഗിങ്ങിന് വന്നിട്ടുള്ള ആളുകളൊക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അധികം വീഡിയോഗ്രാഫി കാര്യങ്ങളൊന്നും ആൾക്കാർ ചെയ്യുന്നില്ല. സോ ഞാനും അങ്ങനെ ചെയ്തില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് യാത്രയായി. ഷോലിംഗനല്ലൂർ എത്തുന്നതിന് മുന്നേ ഈ ബ്രിഡ്ജ് കണ്ടപ്പോൾ ഇവിടെ ഒന്ന് നിർത്തി കൂവം ആറൊക്കെയാണൊന്ന് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ സൈറ്റ് സീയിങ് ഒക്കെ കാര്യങ്ങളായിട്ട് കോളേജ് ബസ് ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ ഒരുപാട് കോളേജസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചെന്നൈയിലെ കൂവമാറാണിത്. നല്ല നാറ്റമുണ്ട്, അഴുക്ക് വെള്ളമാണ്. നമ്മളിപ്പോൾ തിരിച്ചിനിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ. പിള്ളേരുടെയൊക്കെ ആ ഒരു വൈബിനൊപ്പം ഒത്തുപിടിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗ് നന്നായി വന്നു എന്ന് തോന്നുന്നു. സൺറൈസും അതുപോലെ ബീച്ചും കടലാമയും ഉത്തണ്ടി ടെമ്പിളും ഒക്കെ ആയിട്ട് അങ്ങനെ കുഴപ്പമില്ലാത്തൊരു വ്ളോഗാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതായിരിക്കും. സോ നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. സോ അതുവരെയും ബൈ.